സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ഹാർഡ് കോർ സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മൾ അവസാനത്തെ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ കൊല്ലാണ്. ഈ കൊല്ലം നമ്മൾ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. അതും ഇതിഹാസന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ അവസാനമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊരു 1K വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് ഈ ഒരു വേൾഡിന്റെ ഫസ്റ്റത്തെ വീഡിയോ തന്നെ നമുക്ക് നല്ലൊരു വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 100 ഡേയ്സിന്റെ ചാലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വേൾഡിലെ അവസാനമായിട്ട് ഒരു വീഡിയോയും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ ആർമർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുൾ നെതറൈറ്റ് ആർമർ ആയിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പോഴേ നമ്മുടെ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വേൾഡ് ഒന്ന് അപ്ഗ്രേഡും ഡൗൺഗ്രേഡും ഒക്കെ ചെയ്തു. നമ്മൾ 1.11 ഒന്ന് കുറച്ചുണ്ടായിരുന്നു വേർഷൻ. സോ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ പറ്റിയിട്ടാണ് ഈ എക്യുപ്മെന്റ്സ് ഫുൾ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ എലക്ട്ര കാര്യങ്ങളൊന്നും പോയിട്ടില്ല. നമ്മുടെ ഹെൽമെറ്റ് നമ്മളെ എക്യുപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻവെന്ററിയിൽ വെച്ചിരുന്നു. അതിനെ കൊണ്ടാണ് അത് മാത്രം നെതറൈറ്റ് ആയിട്ട് കിടക്കുന്നത്. സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ വീടിന്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഇവിടെ സ്റ്റോറേജ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബെഡ് ഏരിയ. നമുക്ക് അടിയിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് റിച്ച് സെറ്റപ്പ് ആണ്. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് എമറാൾഡ്, ഗോൾഡ്, പിന്നെ ഇവിടെ ഡ്രാഗൺ എഗ്, ഡ്രാഗൺ ഹെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ എൻജാൻമെന്റ് ഏരിയ. നമ്മളിവിടെ എൻജാൻ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങണത് ഇവിടെ തന്നെ അയൺ കോളം നിൽക്കുന്നുണ്ട്. സോ ഗൈസ് നമുക്ക് ഞാൻ എന്തായാലും നെതറിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി. ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു പോർട്ടൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നെതറിലോട്ട് നമുക്ക് എന്തായാലും കയറിയോ ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല നെതറിൽ, എന്നാലും ജസ്റ്റ് ഒന്ന് കയറിയോ നമുക്ക് വെറുതെ. ഇതേ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ കഴിയും. നമ്മളെ നെതറിൽ പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ അധികം ഒന്നും കളിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ബാസ്റ്റിനിൽ പോയി എന്ന് തോന്നുന്നു. ബാസ്റ്റിനിലും പിന്നെ നമ്മുടെ ഫോർട്രസിലും കാര്യങ്ങളും മാത്രം പോയിട്ടുള്ളൂ ഇതുവരെ. സോ ഗൈസ് നമുക്ക് എന്നാൽ തിരിച്ചു പോവാം. സോ നമ്മൾ ഈ നമ്മുടെ നെതറിൽ നമ്മൾ എന്താ പോയി കഴിഞ്ഞ് പിന്നെ ഗൈസ് നമ്മൾ ഇവിടെ കുറെ ഗോളംസ് സ്പോൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നമുക്ക് ഇനി ഇവിടുത്തെ ഷുഗർ കെയിന് കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടി ഹാർവെസ്റ്റ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം എത്ര ആൾക്കാർക്ക് അറിയുന്ന അറിയത്തില്ല. നമ്മളെ വീഡിയോ പണ്ട് മുതൽ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. പണ്ട് എന്ന് പറയാൻ ഒരു കൊല്ലം മുന്നേ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. നമ്മളിവിടെ സ്റ്റോൺ കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യുന്നത് ഇവിടുന്നാണെങ്കിൽ നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വെച്ചിട്ടാണ് ആ ഫുള്ള് വീട് കാര്യങ്ങൾ, പിന്നെ അവിടെ അയൺ ഫാം ഉണ്ട്, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടുന്നാണ്. ഇത്ര പേർക്ക് അറിയുന്ന അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഇനി നമ്മുടെ വേൾഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വില്ലേജ് ബ്രീഡറാണ്. ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡോ അങ്ങനെ എന്തോ ആയിട്ട് നമ്മൾ ഇത്ര വീഡിയോ ആണ്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്ന ഒരു വില്ലേജ് ബ്രീഡറാണ്. ഇതിത്തെ വില്ലേജസിനെ വെച്ചിട്ടാണ് നമ്മൾ അയൺ ഫാം പിന്നെ റെയ്ഡ് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ അയൺ ഫാം കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ അതെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും വലിയൊരു അയൺ ഫാം. ഇനി നമ്മൾ വീഡിയോ ഇടാത്തതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ +2ലാണ് പഠിക്കുന്നത്. പിന്നെ നമ്മുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസ് കാര്യങ്ങൾ ഇടാത്തത്. ഈ കൊല്ലം മുഴുവൻ നമ്മൾ വീഡിയോ ഇടാതെ വന്നിട്ടുണ്ട്. സോ അതാണ് ഇതിന്റെ മെയിൻ റീസൺ. പിന്നെ നമുക്ക് ടൈമില്ല, അതിനെ കൊണ്ടാണ്. നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി ആയതിനെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതെ നിന്നത്. ഓക്കെ. സോ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. നമ്മളിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഇറക്കി അങ്ങനെ വെറുതെ ഇരിക്കും അത്ര. നമ്മുടെ അയൺ ഫാമിൽ നോക്കി നോക്കാം നമുക്കൊന്ന്. ഇവിടെ ഇതിലൊന്നും അയൺ ഇല്ലല്ലേ. നമ്മൾ ഇതൊന്ന് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെ കൊണ്ടാണ് ഇതിലൊന്നും അയൺ ഇല്ലായിരുന്നത്. ഇതിൽ കുറെ അയൺ കോളംസ് ഒറ്റയടിക്ക് തന്നെ സ്പോൺ ആവുന്നതിന് നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവും. അപ്പോൾ ഗൈസ് രാത്രിയുടെ നമുക്ക് എന്തായാലും വേഗം പോയിട്ടൊന്ന് കിടന്നിട്ട് രാവിലെയാക്കാം. നമുക്ക് ഇനി എന്തായാലും നമ്മളെ അടുത്ത ഫാമിലോട്ട് പോവാം. നമ്മളിവിടെ ഒരു XP ഫാം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം XP ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിത് കുറെ മുന്നേ ഉണ്ടാക്കിയ പിന്നെ ഗൺ പൗഡർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത് നമ്മൾ. ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. അതാണ് ഒരു നല്ലൊരു കാര്യമായിട്ടുള്ളത്. ഈ ഒരു ഫാമിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഗൺ പൗഡർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനെ കൊണ്ട് തന്നെ നമ്മൾ ഗൺ പൗഡറിന് വേണ്ടിയിട്ട് വേറൊരു ഫാം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത ഫാമിലോട്ട് പോവാം. അടുത്ത ഫാം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടോട്ടം ഫാം ആണ് ഗൈസ്, റെയ്ഡ് ഫാം. നമുക്ക് പോണ വഴി തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കും. എന്നിട്ട് കുറച്ച് റോക്കറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ റെയ്ഡ് ഫാം. ഇതിൽ നമ്മൾ കുറെ ടോട്ടംസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളതിൽ ഒരു ടോട്ടം പോലും ഇല്ല. നമ്മുടെ അപ്ഗ്രേഡ് ആക്കിയപ്പോൾ നമ്മുടെ ടോട്ടംസ് കാര്യങ്ങളൊക്കെ എങ്ങനെയോ പോയി, അതെനിക്ക് അറിയത്തില്ല. ഈ ഒരു ചെസ്റ്റിൽ കാണുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടുന്ന് കിട്ടാറുള്ളൂ. അല്ലാണ്ട് പിന്നെ ടോട്ടവും ഉണ്ടാവും, ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ട്രേഡിംഗ് ഹാള് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സോ ഗൈസ് നമ്മളിത് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ തരത്തിലുള്ള എൻചാൻമെന്റ്സ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഇവിടെ സൈൻ ബോർഡുള്ള സൈൻസ് ഫുള്ള് മാറിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അഡ്വാൻസ്മെന്റ് കിട്ടിയതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളിത് വേറൊരു ഐ ടി വെച്ചിട്ടാണ് കയറുന്നത്. സോ അതിനെ കൊണ്ടാണ് നമ്മളിതിൻ്റെ മുകളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇവിടെ കുറച്ച് സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല, അപ്പുറത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിക്കാത്ത സാധനമാണ് നമ്മുടെ സൂ ഉണ്ടാക്കിയത്.
ഗൈസ്. നമ്മൾ ഇതിൽ വല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ ഒരു ലോഗോ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. സോ നമ്മൾ ഈ ഒരു ഷീർ വെച്ചിട്ട് വൈൻസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലോഗോ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ആക്കി വെക്കാന്ന് നമ്മൾ വിചാരിക്കുന്നത് ഗൈസ്. സോ അതിന്റെ മുന്നേ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ചിക്കൻ ഉണ്ട്, പിന്നെ ഷീപ്പ്, പിഗ് അതൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒന്നും ആക്കിയിട്ടില്ല, കാരണം നമ്മളിത് ഓൾമോസ്റ്റ് ഒരു കൊല്ലം മുന്നേ ഇത് ഉണ്ടാക്കിയത്. വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്തില്ല ഗൈസ്. നമുക്ക് ടൈം കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന് നമ്മൾ അപ്ലോഡ് ചെയ്തില്ല, അതാണ് മെയിൻ റീസൺ ഗൈസ്. നമ്മളെ വരുന്ന ഹാർഡ് കോറിൽ ഇതിനേക്കാൾ നന്നായിട്ട് നമ്മൾ സംഭവങ്ങൾ ചെയ്യുന്നതാണ്. എന്നാലും ഇതിന്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ നമുക്കിത് ഇവിടുന്ന് ഇത് ഇറങ്ങാൻ പറ്റും ഇങ്ങനെ. കോഴി ഇതവിടെ ഒരു കോഴിമുട്ട വന്നിട്ടുണ്ട്. സോ ഈ ഒരു കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഗൈസ് നമുക്ക് ഇത് ഇവിടുന്ന് കുറച്ച് വൈൻസും കൂടി കളക്ട് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ കഴിയും, നമ്മുടെ ഷീപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോന്നിൽ ഓരോ ആനിമൽസ് ആണ്. ഇവിടെ ഷീപ്പ് ആണുള്ളത്, അവിടെ ചിക്കൻ. നമ്മുടെ ഇങ്ങോട്ട് വരാണ് നമ്മുടെ പശു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സൂവിന്റെ ലോഗോ ഒന്ന് ജസ്റ്റ് വൈൻസ് ആഡ് ചെയ്യാം നമുക്ക്. നമുക്ക് ഞാൻ എന്തായാലും ഇവിടെ വൈൻസ് കാര്യങ്ങളൊന്ന് ആഡ് ആക്കിയിട്ട് ഞാൻ അവസാനം ഇവിടെ നിന്ന് കാണിച്ചു തരാം ഗൈസ്. സോ ഇപ്പോൾ പിന്നെ രാത്രി ആയിട്ടുണ്ട്. സോ നമുക്കൊന്നും കൂടി ഒന്ന് കിടന്നേക്കാം. അങ്ങനെ നമ്മൾ ഗൈസ് ഈ ഒരു ഇതും കൂടി വൈനും കൂടി ആഡ് ആക്കിയ നമ്മുടെ സൂവിന്റെ ലോഗോ നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ലോഗോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മൾ പഴയതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് നമ്മൾ. സോ ഇതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഗൈസ്. നമ്മളിത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സോ കാരണം നമ്മൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഹാർഡ് കോർ വേൾഡിൽ ചെയ്തിട്ടുള്ളൂ. ആൾക്കാർ ചോദിക്കാൻ പോകുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഷെയ്ഡേഴ്സ് ഇട്ട് കളിക്കാത്തതെന്ന്. ഷെയ്ഡേഴ്സ് ഇട്ട് കളിക്കാത്തതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലാപ്ടോപ്പിന് ഇത്രയൊക്കെ താങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ റെക്കോർഡും കൂടി ചെയ്യുന്നതിനെ കൊണ്ട് അത് രണ്ടും കൂടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനെക്കൊണ്ടാണ് ഞാൻ ഷെയ്ഡേഴ്സ് ഇട്ട് കളിക്കാത്തത്. ഞാൻ അത് വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഇനിയും കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഗൈസ്, ഞാൻ ഇത്രയും കാലം മൈൻക്രാഫ്റ്റ് ജാവ കളിച്ചിട്ടില്ല. എൻ്റെ കുറേ കാലമായിട്ട് നമ്മൾ ഒരു കൊല്ലം പോലെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്കിൽ നമ്മൾ ബെഡ് വാസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഹൈബ് എന്ന് പറഞ്ഞൊരു സെർവർ, നമ്മളെ നല്ലൊരു സെർവർ. ഞാൻ അത്യാവശ്യം ലെവലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ പോകുന്നു. ബൈ ബൈ.